Hi everyone, welcome to my YouTube channel. So ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് ഐഷ റുബ ആൻഡ് ഐ വാസ് എ സൂപ്പർ റിപ്പീറ്റർ ഇൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൗ വാസ് മൈ നീറ്റ് പേപ്പർ ആൻഡ് വാട്ട് ഓൾ മിസ്റ്റേക്സ് ഐ ഹാവ് ഡൺ ഡ്യൂറിങ് മൈ നീറ്റ് എക്സാം. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ മേ ബി നിങ്ങളൊക്കെ നിങ്ങളെ നീറ്റ് പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ഞാനും ചെയ്തു. ഞാൻ നീറ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ഞാൻ അതിൽ ചെയ്തു. നമുക്ക് ഓൾറെഡി അറിയാം നീറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. 3 ഹവറിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഞാൻ തെറ്റുകൾ വരുത്തി അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്കെന്തൊക്കെ തെറ്റി, അതേപോലെ എനിക്ക് എന്തൊക്കെ എക്സാം ഹോളിൽ കൺഫ്യൂഷനായി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ എനിക്ക് തെറ്റിയത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ഡൗട്ടായിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെത് കാണിക്കാം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത് നിങ്ങളും പറയും. ഓക്കെ, അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ 46 ആണ് കിട്ടിയത്. അപ്പം ഞാൻ ആദ്യം ബയോ തുടങ്ങുക, അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി, അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്, അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് തെറ്റിയതിൽ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഡൗട്ടായത്, പിന്നെ ഞാൻ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഇത്രയാണ് കാണിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ബയോയിൽ തെറ്റിയത് പറഞ്ഞാൽ 93rd ക്വസ്റ്റ്യനാണ്. 93rd ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിരുന്നു, സെക്ഷൻ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലോറിംഗ് പ്ലാന്റ്സിൽ. അപ്പോൾ അത് പറഞ്ഞാൽ അസേഷൻ പറഞ്ഞാൽ സെൽസ് ഓഫ് ദ ടെപ്പിറ്റം പൊസസ് 10 സൈറ്റോപ്ലാസം ആൻഡ് ജനറലി ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. Presence of more than 1 nucleus in the tapetum increases the efficiency of nourishing the developed microspore mother cells. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ആണെന്നാണ് തോന്നിയത്. ഞാനത് കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തു, പക്ഷെ എനിക്കത് തെറ്റി. ശരിക്കും മോർ ദാൻ 1 ന്യൂക്ലിയസ് എന്നുള്ളടുത്ത് മോർ ദാൻ 1 സൈറ്റോപ്ലാസം, 10 സൈറ്റോപ്ലാസം ഉണ്ടാകുമ്പോഴാണ് നമുക്കതിന് നോറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതായിരുന്നു കറക്റ്റ് എക്സ്പ്ലനേഷൻ വരേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കതൊന്നും എക്സാമിലൊന്നും ഓടിയില്ല. അപ്പോൾ ഞാനത് തെറ്റിച്ചു. പിന്നെ എനിക്ക് ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 111 ക്വസ്റ്റ്യനാണ്. അത് പറഞ്ഞാൽ നമ്മൾ അനിമൽ കണ്ടത്തെ ക്വസ്റ്റ്യനാണ്. അതിൽ 2 ഓപ്ഷൻ ഞാൻ ആദ്യം എലിമിനേറ്റ് ചെയ്തു, എന്നിട്ടാണ് ഞാൻ ആൻസർക്ക് എത്തിയത്. അതിൽ എന്തായാലും റെസ്പിറേഷൻ ലോക്കോമോഷൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എന്താണുള്ളത്, അതിൽ എക്സ്ക്രീഷൻ ആണോ അതോ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട് ആണോ എന്നൊക്കെ നല്ല ഡൗട്ടായി. എന്നിട്ട് ഞാൻ എക്സ്ക്രീഷൻ കൊടുത്തു, കാരണം ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട് അതിലെന്തില്ല, എക്സ്ക്രീറ്ററി ഒരു ഓർഗൻ അവർക്ക് പ്രത്യേകിച്ച് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് അവർക്ക് എക്സ്ക്രീറ്ററി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കുത്തിയത്. പക്ഷെ അത് തെറ്റി. ശരിക്കും NCERT കറക്റ്റ് പഠിച്ചൊരു കുട്ടിക്ക് എന്തായാലും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതാണ് പിന്നെ എനിക്ക് തെറ്റിയ 2ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 122, അതും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യനാണ്. മൊത്തത്തിൽ എനിക്ക് ഈ നീറ്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തെറ്റിയത് ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതേപോലെ ആനിമൽ കണ്ടെത്തുന്നതാണ്. പറയുമ്പോൾ എനിക്കത് ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. എന്നിട്ട് പോലും ഞാനത് തെറ്റിച്ചു. അപ്പോൾ അതൊക്കെ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ട് ചിരിക്കണ പോലെ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പം 122 ക്വസ്റ്റ്യനാണ് പിന്നെ എനിക്ക് തെറ്റിയത്. അതിൽ ഞാൻ എൻ്റെ ഷോർട്ട് നോട്ടിൽ പിന്നെ എഴുതി വെച്ച് പഠിച്ചതായിരുന്നു. അത് ലുട്ടൈസ് ഹോർമോണ് നല്ല പീക്കിലെത്തുമ്പോൾ ഓവുലേഷനാണ് സംഭവിക്കുക, അല്ലാണ്ട് മെൻസ്ട്രേഷൻ അല്ല. എന്നിട്ടും ഞാനത് എക്സാമ്പിളിൽ തെറ്റിച്ചു. എനിക്കതാണ് നല്ല സങ്കടമായത്. ആ ക്വസ്റ്റ്യന് അത്രയും ഞാൻ പിന്നെ ഞാൻ ഷോർട്ട് നോട്ട് എടുത്ത് കാണിച്ചത്, അതിൽ ഞാൻ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് ക്വസ്റ്റ്യൻസ് ഞാൻ മുന്നേ തെറ്റിച്ചാണ്. അപ്പോൾ പക്ഷെ എക്സാമോന്ന് എനിക്കതൊന്നും ഓടിയില്ല. ആ സമയത്ത് നമ്മളൊരു ബേജാറിൽ എന്തൊക്കെയോ ആയിട്ട് കാട്ടിക്കാണ് ചെയ്തത്. അതാണ് പിന്നെ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യന്. അതിൽ ഫസ്റ്റത്തെ വായിച്ച ശരിക്കും കിട്ടുമായിരുന്നു. പക്ഷെ ചിലപ്പോൾ ഞാൻ ആ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക് വേഗം തീർക്കണം എന്നുണ്ട്. ഓൾറെഡി പേപ്പർ നല്ല ലെങ്തിയും ആണ്. അങ്ങനെ ആയിട്ട് എനിക്ക് തെറ്റിയതായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഞാനത് തെറ്റിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തെറ്റിയൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 132 ക്വസ്റ്റ്യനാണ്. അത് ശരിക്കും കറക്റ്റ് അനുസരിച്ചിട്ടുള്ള അതേപോലെ ഉണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, മെമ്പേഴ്സ് ഓഫ് സബ്ഫൈലം വെർട്ടബ്രേറ്റ പൊസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്. ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടബ്രൽ കോളം ഇൻ അഡൽട്സ്. അത് സ്റ്റേറ്റ്മെന്റ് അതാണ് ആദ്യം പറയണത്. എന്നിട്ട് ദസ് എന്ന് പറഞ്ഞിട്ടാണ് ഓൾ വെർട്ടബ്രേറ്റ് അസേഷൻ പറയണത്. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ദസ് എന്നുള്ളൊരു NCERT പ്രത്യേകം ഉണ്ട്. ഞാൻ പിന്നെയാണ് പോയി നോക്കിയത്, അതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആ ദസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾക്കത് ശരിയാണ്, അസേഷനും റീസണും ശരിയാണ്, പക്ഷെ എക്സ്പ്ലനേഷൻ ആണോ എന്ന് എനിക്ക് ഡൗട്ടായി. ഞാൻ എല്ലാതാണ് കൊടുത്തത്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതാണ് ഇപ്പം എനിക്ക് തെറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ 135 ക്വസ്റ്റ്യനാണ്. അതെനിക്ക് നല്ല കൺഫ്യൂഷനായി. കാരണം നോട്ട് ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്.
അപ്പം ഞാൻ നോക്കിയപ്പോൾ സിട്രിക് ആസിഡ് അസ്പെറിക്കുലസ് നിഗർ ഉണ്ടാക്കുന്ന സിട്രിക് ആസിഡ് ശരിക്കും നമ്മൾ ഹൗസ് ഹോൾഡിൽ ഉപയോഗിക്കണില്ലേ എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്കറിയാം മിൽക്ക് കേടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ലെമൺ ഒഴിക്കണ്ടല്ലോ. അപ്പോൾ അത് ഹൗസ് ഹോൾഡ് ആകൂലേ എന്നെനിക്ക് തോന്നി. അതങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ഫീൽ ചെയ്ത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കുത്തിയത്. പക്ഷെ അത് ആൻസർ തെറ്റി, അങ്ങനൊന്നും ആയിരുന്നില്ല. ഞാൻ ആൻസർ കീ നോക്കിയ സമയത്ത് ഒരു പറഞ്ഞത് ഞാൻ 2 ഓപ്ഷൻ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ 2ഉം 4ഉം. പിന്നെ അതിൽ ഞാൻ 3rd ഓപ്ഷനാണ് കുത്തിയത്. പക്ഷെ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പറയണത് എന്തായാലും ലാക്റ്റിക് ആസിഡ് ഉപയോഗിക്കണില്ല ഹൗസ് ഹോൾഡിൽ നിന്നാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പിന്നെ എനിക്ക് 136 ക്വസ്റ്റ്യൻ ബയോടെക്നോളജിത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ഫിഗർ അതേപോലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ എനിക്കതിൽ C ആണോ A ആണോ നല്ല കൺഫ്യൂഷനായി. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അപ്പോൾ C ഞാൻ ആ മേലല്ലേ, അപ്പോൾ അതല്ലേ ഫോം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതൊക്കെ ഞാൻ കുറേ വിചാരിച്ചു. ഇനിയിപ്പോൾ താഴെ ആയാലും അതൊക്കെ വിചാരിച്ചിട്ട് ഞാനത് കുത്തി. എനിക്ക് തെറ്റി. പിന്നെ എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 168 ക്വസ്റ്റ്യൻ ആണ്. അത് ഔട്ട് ഓഫ് NCERT എന്ന് തന്നെ പറയാം. കാരണം അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഷീസോസീലോമേറ്റ്, സ്പോഞ്ചോസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ഇതൊന്നും NCERT ഇല്ല. ആകെ നമുക്ക് പറയാനുള്ളത് സ്യൂഡോസീലോമേറ്റ്, അസീലോമേറ്റ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ സീസോസീലോമേറ്റോ സ്പോഞ്ചോസീലോമേറ്റോ അതിനെ കുറിച്ച് നമ്മൾ NCERT പറയണില്ല. അത് കംപ്ലീറ്റ്ലി ഔട്ടാണ്. പക്ഷെ നമ്മൾ ഒരിത് വെച്ചിട്ട് ഞാൻ ബ്രില്ലിൽ പഠിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഷീസോസീലോമേറ്റ്. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ കുത്തിയത്. പക്ഷെ തെറ്റി. പിന്നെ എനിക്ക് തെറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 173 ആണ്. ആ 173 ക്വസ്റ്റ്യനിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. കാരണം അതിൽ ഓപ്ഷൻസ് ഒക്കെ ABCD നല്ല ട്രിക്കി ആയിട്ടാണ് ഒരു ഓപ്ഷൻസ് ഇട്ടത്. അപ്പോൾ ഞാനതിൽ ഓപ്ഷൻ 4 ആണ് കൊടുത്തത്. പക്ഷെ ആർക്കോ ആൻസർ കീയിൽ ഞാൻ ഓപ്ഷൻ 4ഉം കണ്ടു. നെയ്ച്ചോട്ടിന്റെ ഏതോ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൽ ഓപ്ഷൻ 4 ആണ് കൊടുത്തത്. പക്ഷെ ഞാൻ സൈലത്തിന്റെ നോക്കിയിട്ടാണ് ആൻസർ കീ വെരിഫൈ ചെയ്തത്. ആ സമയത്ത് അതിൽ ഓപ്ഷൻ വേറെ ഏതോ ആണ് കൊടുത്തത്. ഇത് തെറ്റായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി ഹാൾ തൊട്ട് എടുത്തിരിക്കുന്ന ഫ്രണ്ട് ഉണ്ടല്ലോ, ഹോളിനോട് ഇത് ചോദിച്ചിരുന്നു ഇതേമത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാനിങ്ങനെ അപ്പം ഇതിലെന്ത് മെയിനായിട്ട് ഈ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യണത് എന്താണെന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പം മെയിനായിട്ട് ആ മെഡുല്ല ഒബ്ലിംഗേറ്റൻ്റെ ആ ഫംഗ്ഷൻ ഉണ്ട്, പോരാത്തിന് ഹോർമോണും ഉണ്ട്. പക്ഷെ ഹോർമോൺ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ പറയണില്ല. പക്ഷെ സമ്മറിയിൽ പറയുന്നുണ്ട് ഹോർമോണും അതിന് റോൾ ഉണ്ട് എന്നിട്ട് സമ്മറിയിൽ പറയുന്നുണ്ട്. അപ്പം ഓക്കെ. അപ്പോൾ അവളെ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനത് നോട്ട് ചെയ്യണത് സമ്മറിയിൽ ഉണ്ടെന്ന്. പക്ഷേ ഇതിൽ ഓപ്ഷൻസിൽ 4 ഉണ്ട്. അഡ്രിനൽ കോർട്ടക്സും വരുന്നുണ്ട്. അപ്പം അഡ്രിനൽ കോർട്ടക്സിൻ്റെ ഫംഗ്ഷൻസിൽ എൻ്റെ ചാപ്റ്റർ ഉണ്ട് കെമിക്കൽ കോർഡിനേഷൻ. അതിൽ പോയെടുത്ത് നോക്കിയാലും ഒരു പറയുന്നുണ്ട് കാർഡിയോവാസ്കുലാർ സംതിങ് എന്തോ പറയണ്ടല്ലോ. അപ്പം അതും വരുവിടെയെന്നൊക്കെ എനിക്ക് നല്ല കൺഫ്യൂഷനായി. പക്ഷെ ഞാൻ അതാവുമെന്ന് ഉറപ്പില്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ മറ്റേ ഭാഗത്ത് അങ്ങനെയല്ലേ പറയണത് വിചാരിച്ചിട്ടാണ് ഓപ്ഷൻ 4 കൊണ്ട് കുത്തിയത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആൻസർ ആണ് ഞാൻ കണ്ടത്. പിന്നെ 174th ക്വസ്റ്റ്യൻ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എ ടിപ്പിക്കൽ അൺഫെർട്ടിലൈസ്ഡ് ആൻജിയോസ്പേം എംബ്രിയോസാക് അറ്റ് മെച്യൂരിറ്റി സീറ്റ് ന്യൂക്ലിയർ ആൻഡ് 7 സെൽഡ്. അത് ഓപ്ഷൻ കറക്റ്റ് ആണ്. അതും അസേർഷൻ റീസൺ ആണ്. ഞാൻ പൊതുവെ അസേർഷൻ റീസൺ വരുമ്പോൾ അത് റൗണ്ട് ചെയ്ത് വെക്കലാണ്. കാരണം അത് ഒന്ന് തെറ്റി അങ്ങനെ പോകണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ 2ഉം കറക്റ്റ് ആണെങ്കിൽ പിന്നെ അത് കുറച്ചൊന്ന് ആലോചിക്കണമല്ലോ എക്സ്പ്ലനേഷൻ ആണോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ റൗണ്ട് ഇട്ടിട്ട് സെക്കൻഡ് റൗണ്ടിലാണ് ചെയ്യല്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ അങ്ങനെയാണ് ചെയ്തത്. ഫസ്റ്റ് ഇതിൻ്റെ രണ്ടാമത്തെ എഗ് അപ്പാറ്റിസ് ഹാസ് 2 പോളാർ ന്യൂക്ലിയർ. അത് തെറ്റാണ് അല്ലേ. പോളാർ ന്യൂക്ലിയർ അല്ല, എഗ് അപ്പാരറ്റസിലല്ല 2 പോളാർ ന്യൂക്ലിയർ ഉള്ളത് എംബ്രിയോസാക്കിലാണ്. പക്ഷെ എനിക്ക് എംബ്രിയോസാക്കും എഗ് അപ്പാരറ്റസ് ആ സമയത്ത് കൂടിയില്ല. ഞാൻ എംബ്രിയോസാക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അത് കുത്തിയത്. അപ്പം അത് തെറ്റി. അങ്ങനെ മൊത്തം എനിക്കൊരു 9 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം നെഗറ്റീവ് വന്നത്. എനിക്ക് ഏറ്റവും ഡൗട്ടായ ക്വസ്റ്റ്യൻസ്, കാരണം എക്സാം ഹോളിൽ ശരിയായിക്കണേ. പക്ഷെ എനിക്കത് കുറച്ചൊന്ന് എന്നെ ചിന്തിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 97th ക്വസ്റ്റ്യൻ ആണ്. എക്കോ സിസ്റ്റത്തിലുള്ള മറ്റേ യൂണിറ്റ് വെച്ചാണല്ലോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ആ ഭാഗം എനിക്ക് ഓൾറെഡി കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം എപ്പോഴും പഠിച്ചാലും എനിക്ക് എപ്പോഴും ഇങ്ങനെ ഡൗട്ട് തോന്നുന്ന ഒരു ഭാഗ്യമായിരുന്നു. പിന്നെ ഞാൻ നമുക്ക് മോട്ടിവേഷൻ ടെസ്റ്റ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിരുന്ന മോട്ടിവേഷൻ ടെസ്റ്റിലൊക്കെ അതേമാതിരി ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ തന്നിരുന്നു. ചിലതിന് ഗ്യാപ്പ് ഇല്ലാണ്ട് 1 കിലോ കാലറി കഴിഞ്ഞിട്ട് ആ മീറ്റർ സ്ക്വയർ ഇല്ല അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ തരാതെ ചിലതിൽ ഗ്യാപ്പ് തന്നിട്ട് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇട്ടിരുന്നു. അപ്പം എനിക്കത് നല്ല കൺഫ്യൂഷനായി.
പിന്നെ ഞാൻ പ്രൊഡക്ടിവിറ്റി അല്ലേ, അപ്പോൾ റേറ്റിൻ്റെ ഒരു ഇത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഇയർ ഇൻവേഴ്സ് കുത്തിയത്. അൽഹംദുലില്ലാ അത് ശരിയായി. അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102, അത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കറക്റ്റ് NCERT ചിലപ്പോൾ നല്ല കൺസെപ്ഷ്യലാണ്, കറക്റ്റ് NCERT പറയണില്ലെങ്കിലും നമ്മൾ അത് കൺസെപ്റ്റ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ആൻസർക്ക് എത്തിയത്. അതിൽ ദേ ആർ മോണോസൈക്കോട്ടിക് ട്വിൻസ്, അതെന്തായാലും വരില്ല എന്ന് ഉറപ്പായിരുന്നു. കാരണം എന്താണ്, ഒരേ ഓപത്തുനിന്ന് ആവുമ്പോഴാണല്ലോ മോണോസൈക്കോട്ടിക് ട്വിൻസ് ആവുക. ഇത് ബോയും ഗേൾ ആവുമ്പോൾ ഡിഫറെൻറ്റ് ഓപത്തുനിന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഫ്രറ്റേണൽ ട്വിൻസ് കുത്തിയത്. പിന്നെ അതിൻ്റെ മുകളിൽ 75% ഐഡന്റിക്കൽ ജനറ്റിക് കണ്ടന്റ്, അതെന്തായാലും വരില്ല. കാരണം റീകോമ്പിനേഷൻ നടക്കുമ്പോൾ മാക്സിമം 50% ആണ് റീകോമ്പിനേഷൻ വരാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ പിന്നെ അതെന്തായാലും വരില്ല എന്ന് തോന്നി. പിന്നെ ആ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അതിനെക്കുറിച്ച് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്തത്. പിന്നെ 105 അതിൽ നല്ല ആ ക്വസ്റ്റ്യൻ ശരിക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് വന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് കുറച്ച് ചെയ്യാൻ പാടുള്ളതായിട്ട് ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആയിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എനിക്ക് കുറച്ച് മാറ്റി വെച്ചത്, കുറേ ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെ ഞാൻ വന്ന് വായിച്ചു നോക്കിയ സമയത്ത് എനിക്ക് ഈസി വേഗം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടോ ഞാൻ ചെയ്തത്. അതിൽ DNA മ്യൂട്ടേസും DNA റീകോമ്പിനേഴ്സിനെ കുറിച്ചൊന്നും നമുക്ക് NCERT പഠിക്കാൻ തന്നെ ഇല്ല. അപ്പോൾ പിന്നെ അത് വേഗം എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കതിൽ ഡൗട്ടായ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 115 ക്വസ്റ്റ്യൻ, അതും ഓർഗാനിസം പോപ്പുലേഷനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഓപ്ഷൻ ഞാൻ വേഗം എലിമിനേറ്റ് ചെയ്തു. 2 3 ഇല്ലാന്ന് ഉറപ്പായിരുന്നു. പിന്നെ K-N/K അതെന്തായാലും ആണെന്ന് ഉറപ്പായിരുന്നു. അതിൻ്റെ പിന്നെ RN ഉണ്ടോ അതോ വെറും R ഉള്ളൂ, അതെനിക്ക് നല്ല ഡൗട്ടായി. അപ്പോൾ പിന്നെ എന്തോ ഭാഗ്യത്തിൽ ഞാൻ RN ഉണ്ടാകും, മറ്റേത് RN ആണല്ലോ, പിന്നെ ഇത് RN അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടാണ് കുത്തിയത്. അൽഹംദുലില്ലാ അതും ശരിയായി. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയത് പറഞ്ഞു കഴിഞ്ഞാൽ 133 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിഗ് ഫ്രൂട്ട് ഈസ് എ നോൺ വെജിറ്റേറിയൻ ഫ്രൂട്ട് ആൻഡ് ഇറ്റ് ഹാസ് എൻക്ലോസ്ഡ് ഫിഗ് വാസ്പ്സ് ഇൻ ഇറ്റ്. ആ സ്റ്റേറ്റ്മെന്റ് നല്ല കൺഫ്യൂഷനായി. കാരണം നമുക്ക് NCERT ഇല്ല. പിന്നെ നമ്മളൊരു ലോജിക്ക് വെച്ചിട്ടും ഒരു ഐഡിയ വെച്ചിട്ടും ഒക്കെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് ഓപ്ഷൻ തെറ്റാന്നാണ് കൊടുത്തത്. കാരണം ഒരു ഫിഗ് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റലിൽ വന്നിരുന്നൊക്കെ വിചാരിച്ചിട്ട് അത് നോൺ വെജിറ്റേറിയൻ ആവോ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനത് എല്ലാം തെറ്റാണെന്ന് കൊടുത്തത്. അതും അങ്ങനെ ശരിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡൗട്ടായത് പറഞ്ഞാൽ 139 ക്വസ്റ്റ്യനാണ്. ശരിക്കും ഡൗട്ടായതല്ല, കാരണം അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. മറ്റേ ബ്രയോഫൈറ്റിൻ്റെയും ടെറിഡോഫൈറ്റിൻ്റെ ഒക്കെ ലൈഫ് സൈക്കിൾ കുറച്ച് നമ്മൾ ആലോചിക്കണം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ എത്ര പഠിച്ചിട്ടുള്ളത് പറഞ്ഞാൽ, കാരണം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ മുന്നേ ലാസ്റ്റ് നടന്ന 2 മോക്ക് ടെസ്റ്റിലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് സെയിം ഉണ്ടായിരുന്നു. സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് സൈക്കിൾ ചോദിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പാറ്റേൺ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുകിടുന്നുണ്ടെങ്കിലും ഇത് കുറച്ചൊന്ന് ചെയ്ത് നോക്കണം, കുറച്ച് ടൈം എടുക്കും അത് ഒന്ന് ഇതാക്കി വരാൻ. അതുകൊണ്ടാണ് ഞാനത് സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെച്ചതായിരുന്നു ക്വസ്റ്റ്യനും. അതൊക്കെയാണ് പിന്നെ ഒരു ടൈം എടുത്ത മാതിരിക്ക് തോന്നിയത്. പിന്നെ 141 ക്വസ്റ്റ്യന് അതിൽ എയും ബിയും സ്റ്റേറ്റ്മെന്റ് ആണ്, അതുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ടായത്. പിന്നെ NCERT ഓൾറെഡി നമുക്ക് 8 വീക്സിനെ കുറിച്ചൊന്നും പറയണില്ല, 12 വീക്സിനെ കുറിച്ചൊക്കെ പറയണുള്ളൂ. അപ്പോൾ അതെന്തായാലും 12 വീക്സിനായിരിക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. 8 വീക്സിനെ കുറിച്ചൊന്നും NCERT പറയണില്ല. അപ്പോൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല ശരിക്കും, പക്ഷെ എനിക്ക് ഡൗട്ടായി, അതുകൊണ്ടാട്ടോ. പിന്നെ 148 ക്വസ്റ്റ്യൻ ആണ്. അത് റിഡക്ഷനിസ്റ്റ് ബയോളജിസ്റ്റ്, അത് സെല്ലിൻ്റെ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ വരുന്നതാണല്ലോ. അതെനിക്ക് കുറച്ച് ഡൗട്ടായി. കാരണം അത് ഓൾറെഡി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറേ മുന്നേ വായിച്ചതാണ്. ഈ നീറ്റിൻ്റെ അടുത്തോ 2 months മുന്നോ 1 month മുന്നോ അതിൻ്റെ അടുത്തൊന്നും വായിച്ചിട്ടില്ല. എപ്പോഴും വായിച്ചിട്ട് കണ്ടൊരു ഓർമ്മ ഉണ്ട്, പക്ഷെ ആൻസർ എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷെ ഫിസിയോളജിക്കലാണോ ഫിസിക്കോ കെമിക്കലാണോ എന്നൊക്കെ നല്ല കൺഫ്യൂഷനായി. ലാസ്റ്റ് ഞാൻ ഫിസിയോ കെമിക്കൽ കുത്തി. എന്തോ ഭാഗ്യത്തിന് ശരിയായതാണ്. പിന്നെ പിന്നെ 166 ക്വസ്റ്റ്യൻ ആണ്. അത് മറ്റേ ടെറിഡോഫൈറ്റ് പോലെ തന്നെ ടെറിഡോഫൈറ്റിൻ്റെ ചോദിച്ചല്ലോ. അപ്പോൾ രണ്ടാമത്തെ വെച്ചാൽ ടെറിഡോഫൈറ്റ് ആണ്, അത് ബ്രയോഫൈറ്റിൻ്റെ പോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ വന്നിട്ട് 171 ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് നമ്മൾ ലോജിക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. മറ്റേ എക്സാം എന്തൊക്കെ ഫിൽട്രേറ്റൊക്കെ പോകും, എന്തൊക്കെ ഫിൽട്രേറ്റൊക്കെ പോകില്ല എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ 171 ക്വസ്റ്റ്യൻ ചെയ്തത്. ഫസ്റ്റിൻ്റെ ഫിഗർ കണ്ടപ്പോൾ കുറച്ചൊന്ന് പേടിച്ചു. കാരണം ആ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ പഠിക്കേണ്ട സമയത്ത് തന്നെ സാറുമാർ പറയും ആ ഫിഗറിൽ കുറച്ചെന്തോ മിസ്റ്റേക്ക് ഉണ്ട്.
അപ്പോൾ ഞാൻ അത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ടാണോ കറക്റ്റ് ചെയ്യാണ്ടാണോ ഞാൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നമുക്കറിയണ ഐഡിയ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയണത് അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഡൗട്ടായ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ബയോനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റിയത്, നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണോ തെറ്റിയത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൺഫ്യൂഷൻ ആയത്, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.